സ്വന്തം രാജ്യത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ ജനങ്ങൾ വലയുമ്പോൾ സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ ഇന്ത്യക്കെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ നിർത്തിവെച്ച ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് യുദ്ധഭീഷണി മുഴക്കിയിരിക്കുന്നത്. 2025 ഏപ്രിലിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പയറ്റിയ ഈ ജലായുധം പാകിസ്ഥാന്റെ നടുവൊടിച്ചിരിക്കുകയാണ്. ഒരു തുള്ളി ചോര ചിന്താതെ ശത്രു രാജ്യത്തെ വരിഞ്ഞു മുറുക്കുന്ന ഇന്ത്യയുടെ തന്ത്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെയാണ് അവരുടെ ഈ ഗതികെട്ട യുദ്ധപ്രഖ്യാപനം. ജലം തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നും അത് തടസ്സപ്പെടുത്തിയാൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിനിറങ്ങുമെന്നുമാണ് ഖ്വാജ ആസിഫിന്റെ ഈ വമ്പൻ പ്രസ്താവന. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. പാകിസ്ഥാനിലെ സിന്ധ്, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ ജലക്ഷാമം രൂക്ഷമാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള സുക്കൂർ ബാരേജിൽ വെള്ളമില്ല. ദാദു കനാലിൽ 82% ജലക്ഷാമം. സ്വന്തം രാജ്യത്തെ വിഭവങ്ങൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത ഭരണകൂടത്തിന്റെ പരാജയവും അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക തകർച്ചയും ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനുള്ള പാക് ഭരണകൂടത്തിന്റെ വെറുമൊരു വില കുറഞ്ഞ തന്ത്രം മാത്രമാണ് ഇന്ത്യക്കെതിരെയുള്ള ഈ ഭീഷണി. ഈ സംഭവത്തോടെ ദക്ഷിണേഷ്യയിലെ അധികാര സമവാക്യങ്ങൾ പൂർണ്ണമായും മാറിയിരുന്നു. ഭീകരവാദം അവസാനിപ്പിക്കാതെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച തീരുമാനം ശത്രുക്കൾക്കുള്ള വലിയൊരു സന്ദേശമാണ്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ അന്താരാഷ്ട്ര കരാറുകൾക്കൊന്നും ഇന്ത്യ പുല്ലുവില പോലും കൽപ്പിക്കില്ല എന്ന് ഇതിലൂടെ വ്യക്തമായി. പാകിസ്ഥാനെ തകർക്കാൻ ഇനി അതിർത്തിയിൽ സൈന്യത്തെ അയക്കേണ്ടതില്ല, പകരം നമ്മൾ നൽകുന്ന വെള്ളം നിർത്തിയാൽ മതി എന്ന ഇന്ത്യയുടെ പുതിയ നോൺ കൈനറ്റിക് വാർഫെയർ അതിന്റെ മാസ്റ്റർ ക്ലാസ് ആണ്. സാമ്പത്തികമായി പാപ്പരായ പാകിസ്ഥാനെ ഇന്ത്യയോട് തിരിച്ചടിക്കാൻ നയതന്ത്രപരമോ നിയമപരമോ ആയിട്ടുള്ള യാതൊരു വഴികളുമില്ല. ഒരു കാലത്ത് നിരവധി ഇന്ത്യ പാക് യുദ്ധങ്ങളെ പോലും അതിജീവിച്ച ലോക ബാങ്ക് കരാറാണ് തീവ്രവാദത്തിന്റെ പേരിൽ ഇന്ത്യ ഇന്ന് നിർത്തിവച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ ജലക്ഷാമം ഭാവിയിൽ അവരുടെ ആഭ്യന്തര തകർച്ചയ്ക്ക് തന്നെ കാരണമാകും. വെള്ളമില്ലാതെ വരുമ്പോൾ പാകിസ്ഥാനിലെ പ്രവിശ്യകൾ തമ്മിൽ തന്നെ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയോട് ഒരു സൈനിക ഏറ്റുമുട്ടൽ എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരവുമാണ്. ചുരുക്കത്തിൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തെ ഇന്ത്യ എങ്ങനെയാണ് സാമ്പത്തികമായും നയതന്ത്രപരമായും ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്.